ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ അതിർത്തി മേഖലയിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരുന്നു. ശക്തമായി തിരിച്ചടിച്ച് ഇന്ത്യ. കനത്ത ജാഗ്രതയിൽ രാജ്യം. സൈനിക താവളങ്ങളും ജനവാസ മേഖലകളും ലക്ഷ്യം വെച്ചാണ് പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്നതെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി. അതിർത്തിയിൽ പാക് സൈനിക വിന്യാസം വർദ്ധിച്ചതായും ഏത് ആക്രമണത്തെയും ഇന്ത്യ ശക്തമായി പ്രതിരോധിക്കുമെന്നും സൈന്യം. സംഘർഷം തുടരുന്ന അതിർത്തി സംസ്ഥാനങ്ങളിലെ മലയാളികൾക്കായി കേരള ഹൌസിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം സജ്ജം. കേന്ദ്ര സഹമന്ത്രി ചന്ദ്രശേഖർ പെമ്മസാനി കേരളത്തിലെത്തി. വർക്കലയിൽ പുതുതായി നിർമ്മിച്ച സബ് തപാൽ ഓഫീസ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ അതിർത്തി മേഖലയിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും പ്രകോപനം തുടരുകയാണെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി. ഈ നീക്കങ്ങളെ ഇന്ത്യ ശക്തമായി പ്രതിരോധിക്കുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയവും പ്രതിരോധ മന്ത്രാലയവും സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. അതിർത്തി പ്രദേശങ്ങളിൽ ഭിന്നതയുണ്ടാക്കുകയാണ് പാകിസ്ഥാന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. The claims that they have made about attacking and destroying various places, various military installations and facilities are completely false. I would urge all of you and all those who watch this not to be misled by this tissue of lies that is being peddled by the Pakistani state for obvious purposes. Pakistani officials also continue to make ludicrous claims about India firing missiles towards Sri Amritsar Sahib. As I said, these lame attempts to divide India are doomed to failure. രാജ്യത്തിന്റെ പടിഞ്ഞാറൻ അതിർത്തിയിലും നിയന്ത്രണ രേഖയ്ക്ക് സമീപവും ഉൾപ്പെടെ 26 പാകിസ്ഥാൻ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയതായി വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ശ്രീനഗർ, അവന്തിപ്പൂർ, ഉധംപൂർ എന്നിവിടങ്ങളിൽ മെഡിക്കൽ കെയർ സെന്റർ, സ്കൂളുകൾ തുടങ്ങി ജനവാസ മേഖലകൾ ലക്ഷ്യം വെച്ചും പാകിസ്ഥാൻ ആക്രമണം നടത്തി. ശ്രീനഗർ, പഞ്ചാബ്, ഗുജറാത്ത് എന്നിവിടങ്ങളിലെ വ്യോമതാവളങ്ങളിലേക്കും പാക് ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. എന്നാൽ ഈ ശ്രമങ്ങൾ തകർത്ത ഇന്ത്യൻ സേന ശക്തമായി തിരിച്ചടിച്ചു. പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ, റഡാർ സെന്ററുകൾ, ആയുധ ശേഖരണ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയതായും വ്യോമിക സിംഗ് വ്യക്തമാക്കി. Pakistan has attempted multiple air intrusions using drones and conducted shelling using heavy caliber RT guns targeting civilian infrastructure and killing some civilians. Pak military has been observed to be moving their troops into forward areas, indicating offensive intent to further escalate the situation. Indian armed forces remain in a high state of operational readiness. All hostile actions have been effectively countered and responded appropriately. Indian armed forces reiterate their commitment to non-escalation, provided it is reciprocated by the Pakistan military. പാക് വ്യോമപാത അടയ്ക്കാതെ യാത്രാവിമാനങ്ങൾ പറത്തിയ പാകിസ്ഥാൻ അന്താരാഷ്ട്ര വ്യോമപാത ദുരുപയോഗം ചെയ്തതായി വാർത്താസമ്മേളനത്തിൽ സംസാരിച്ച കേണൽ സോഫിയ ഖുറേഷി പറഞ്ഞു. ആക്രമണം സംബന്ധിച്ച വ്യാജ വിവരങ്ങൾ പാകിസ്ഥാൻ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയാണെന്നും അവർ വ്യക്തമാക്കി. അതിർത്തിയിൽ പാക് സൈനിക വിന്യാസം വർദ്ധിച്ചതായും ഏത് ആക്രമണത്തെയും ഇന്ത്യ ശക്തമായി പ്രതിരോധിക്കുമെന്നും കേണൽ സോഫിയ ഖുറേഷി പറഞ്ഞു. पाकिस्तान ने लाहौर से उड़ान भरने वाले नागरिक विमानों की आड़ लेकर अंतर्राष्ट्रीय हवाई मार्गों का दुरुपयोग किया. साथ ही साथ पाकिस्तान ने मिस इन्फॉर्मेशन का सहारा लेते हुए आदमपुर स्थित S-400 प्रणाली, सूरतगढ़ व सिरसा के हवाई अड्डों, नगरोटा के ब्रह्मोस बेस, देहरागिरी के तोपखाना पोजीशन तथा चंडीगढ़ के अग्रिम गोला बारूद डिपो को नष्ट करने के झूठे दावे सोशल मीडिया पर फैलाए. पाकिस्तान सेना के अग्रिम क्षेत्रों में सैनिकों की डिप्लॉयमेंट बढ़ती दिख रही है. भारतीय सशस्त्र बल पूर्ण परिचालन तत्परता की स्थिति में है. अभी तक सभी शत्रुतापूर्ण कार्रवाइयों का प्रभावी ढंग से सामना कर उपयुक्त जवाब दिया गया है. രാജ്യത്തെ അതിർത്തി മേഖലയിൽ പാക് പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കി ഇന്ത്യ. ജമ്മുവിനടുത്തുള്ള പാകിസ്ഥാൻ പോസ്റ്റുകളും തീവ്രവാദികൾ ട്യൂബ് ലോഞ്ച് ഡ്രോണുകൾ വിക്ഷേപിച്ചിരുന്ന ലോഞ്ച് പാഡും സൈന്യം തകർത്തു. ഡ്രോൺ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ രാജസ്ഥാനിലെ ജയ്സാൽമീർ, ഭാട്ട്മീർ, ശ്രീഗംഗാനഗർ, ഫലോദി എന്നീ അതിർത്തി ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഈ പ്രദേശങ്ങളിലെ മാർക്കറ്റുകൾ ഉൾപ്പെടെ അടയ്ക്കാൻ പ്രാദേശിക ഭരണകൂടം അറിയിപ്പ് നൽകി. ഇന്ന് പുലർച്ചെ 5 മണിയോടെ അമൃത്സറിലെ ഖസാകന്ദ് മേഖലയിൽ നിരവധി സായുധ ഡ്രോണുകൾ കണ്ടതായി ഇന്ത്യൻ സേന അറിയിച്ചു. അതേസമയം ഇന്നലെ രാത്രി ജമ്മു സെക്ടറിലെ അതിർത്തി സുരക്ഷാ പോസ്റ്റുകളിൽ പ്രകോപനമില്ലാതെ പാകിസ്ഥാൻ വെടിവെയ്പ് നടത്തിയതായി BSF അറിയിച്ചു. സുരക്ഷാ സേന ശക്തമായി തിരിച്ചടിച്ചതായും പാകിസ്ഥാൻ പോസ്റ്റുകൾക്ക് കനത്ത നാശനഷ്ടം ഉണ്ടായെന്നും BSF പറഞ്ഞു. അതിർത്തി മേഖലയിൽ താമസിക്കുന്ന ജനങ്ങൾ സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണ്. അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ വീടിന് പുറത്ത് ഇറങ്ങരുതെന്ന് മുന്നറിയിപ്പുണ്ട്.
ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി ഫോണിൽ സംസാരിച്ചു. നിലവിലെ സംഘർഷം പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾക്ക് അമേരിക്കയുടെ പിന്തുണ അദ്ദേഹം അറിയിച്ചതായി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് അറിയിച്ചു. ഇന്ത്യൻ വ്യോമസേനയിലെ വനിതാ പൈലറ്റിനെ പാകിസ്ഥാൻ പിടിച്ചുവച്ചിരിക്കുന്നതായി പ്രചരിക്കുന്ന വാർത്തകളും വീഡിയോയും തെറ്റാണെന്ന് PIB ഫാക്ട് ചെക്ക് വിഭാഗം സ്ഥിരീകരിച്ചു. ന്യൂഡൽഹി വിമാനത്താവളത്തിൽ മിസൈൽ ആക്രമണം നടന്നതായുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടുന്ന വീഡിയോയും വ്യാജമാണെന്ന് ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. പാകിസ്ഥാൻ വ്യോമസേനയുടെ JF-17 തണ്ടർ ഹൈപ്പർസോണിക് മിസൈൽ ആദംപൂരിലുള്ള ഇന്ത്യയുടെ S-400 പ്രതിരോധ സംവിധാനം തകർത്തെന്ന തരത്തിൽ പാകിസ്ഥാൻ ഔദ്യോഗിക മാധ്യമം റിപ്പോർട്ട് ചെയ്ത വാർത്ത ഇന്ത്യൻ വ്യോമസേന തള്ളി. സംഘർഷം തുടരുന്ന അതിർത്തി സംസ്ഥാനങ്ങളിലെ സർവകലാശാലകളിൽ നിന്നും കേരളത്തിലേക്ക് മടങ്ങുന്ന വിദ്യാർത്ഥികൾ ഡൽഹി കേരള ഹൌസിൽ എത്തി. ജമ്മു, രാജസ്ഥാൻ, പഞ്ചാബ് എന്നിവിടങ്ങളിൽ നിന്ന് 75ഓളം വിദ്യാർത്ഥികളാണ് എത്തിയത്. അതിർത്തി സംസ്ഥാനങ്ങളിലുള്ള മലയാളികൾക്ക് കേരള ഹൌസിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം നമ്പരായ 0112374707 ബന്ധപ്പെടാവുന്നതാണ്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സംഘർഷമേഖലയിൽ കുടുങ്ങിയവർക്ക് സഹായം എത്തിക്കുന്നതിനുള്ള കേരള സർക്കാരിന്റെ കൺട്രോൾ റൂം ഇമെയിൽ വിലാസത്തിൽ മാറ്റം. ഇനി മുതൽ cdmd@kfon.in എന്ന ഇമെയിൽ വിലാസത്തിലാണ് സന്ദേശങ്ങൾ അയക്കേണ്ടത്. പഞ്ചാബിന്റെ 6 അതിർത്തി ജില്ലകളിൽ വിന്യസിക്കുന്നതിനായി ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ച് പഞ്ചാബ് മന്ത്രിസഭ. ആക്രമണങ്ങളിൽ പരിക്കേറ്റ സാധാരണക്കാരെ ഫരിഷ്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എല്ലാ ആശുപത്രികളിലും സൌജന്യ ചികിത്സ ഉറപ്പാക്കാൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാൻ അറിയിച്ചു. അതിർത്തിയിലെ സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് കശ്മീരിലും പഞ്ചാബിലും കുടുങ്ങിക്കിടക്കുന്ന മലയാളി വിദ്യാർത്ഥികളെ എത്രയും വേഗം നാട്ടിൽ എത്തിക്കുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി ആശയവിനിമയം നടത്തിയതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുമായും പ്രതിപക്ഷ നേതാവ് ഫോണിൽ സംസാരിച്ചു. ജമ്മു കശ്മീരിലെ രജൌരിയിൽ ഇന്നലെയുണ്ടായ പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ മരിച്ചു. ജമ്മു കശ്മീർ അഡ്മിനിസ്ട്രേഷൻ സർവീസിലെ അഡീഷണൽ ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കമ്മീഷണർ രാജ്കുമാർ താപ്പയാണ് കൊല്ലപ്പെട്ടതെന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. താപ്പയുടെ വീട് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്താണ് ഇന്നലെ രാത്രി ഷെല്ലാക്രമണം ഉണ്ടായത്. സംഭവത്തിൽ ഒമർ അബ്ദുള്ള അതീവ ദുഃഖം രേഖപ്പെടുത്തി. അതിർത്തി മേഖലയിൽ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ രാജ്യത്തുടനീളമുള്ള 32 വിമാനത്താവളങ്ങൾ ഈ മാസം 15 വരെ താൽക്കാലികമായി അടച്ചിടുമെന്ന് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചു. അമൃത്സർ, ചണ്ഡിഗഡ്, ജമ്മു, ശ്രീനഗർ, ജയ്സാൽമീർ തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളിലെ വിമാനത്താവളങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അതേസമയം ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം സാധാരണ നിലയിൽ ആയതായി അധികൃതർ അറിയിച്ചു. എന്നാൽ വിമാനങ്ങളുടെ സമയക്രമീകരണത്തിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ യാത്രക്കാർ അതത് എയർലൈൻസുകളുമായി ബന്ധപ്പെടണമെന്നും വിമാനത്താവളങ്ങളിലെ സുരക്ഷാ നടപടികളുമായി സഹകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പാകിസ്ഥാന് കൂടുതൽ ധനസഹായം അനുവദിക്കുന്നത് പരിഗണിക്കുന്ന അന്താരാഷ്ട്ര നാണയനിധിയുടെ ബോർഡ് യോഗത്തിലെ വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നു. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കായി പാകിസ്ഥാൻ ധനസഹായ ഫണ്ടുകൾ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത സംബന്ധിച്ച് ഇന്ത്യ ആശങ്കകൾ ഉന്നയിച്ചു. IMF-ൽ നിന്ന് ദീർഘകാലമായി കടം വാങ്ങുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അടിയന്തര സാഹചര്യങ്ങളിൽ സ്വീകരിക്കേണ്ട സിവിൽ ഡിഫൻസ് തയ്യാറെടുപ്പുകൾ സംബന്ധിച്ച് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര നിർദ്ദേശം നൽകി. വ്യോമാക്രമണ സാധ്യത കണക്കിലെടുത്ത് മുന്നറിയിപ്പ് സൈറൻ മുഴങ്ങുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതലും നടപടികളും സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തിറക്കി. സൈറൻ കേട്ടാൽ ഉടൻ ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണം തയ്യാറാക്കാൻ ആവശ്യമായ പലവ്യഞ്ജനങ്ങൾ, എണ്ണ, ഗ്യാസ് എന്നിവ കരുതുക. വെള്ളവും ഭക്ഷണവും അടിസ്ഥാന മരുന്നുകളും അടങ്ങിയ എമർജൻസി കിറ്റും തയ്യാറാക്കേണ്ടതാണ്. 90 സെക്കൻഡ് നീണ്ട സൈറൻ അപകട സൂചനയും 30 സെക്കൻഡുള്ള സൈറൻ സുരക്ഷിതമാണെന്ന സൂചനയുമാണ്. ദേശീയ സുരക്ഷ സംബന്ധിച്ച വാർത്തകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം മാധ്യമ പ്രതിനിധികളുടെ യോഗം ചേർന്നു. ടെലിവിഷൻ, സമൂഹമാധ്യമങ്ങൾ തുടങ്ങിയവയിലൂടെ പ്രചരിക്കുന്ന വാർത്തകളുടെ വസ്തുത പരിശോധിക്കുന്നതിന് മുൻഗണന നൽകാൻ പ്രതിനിധികൾക്ക് നിർദ്ദേശം നൽകി. കൂടാതെ എല്ലാ മാധ്യമങ്ങളും ലേഖകരിൽ നിന്ന് ലഭിക്കുന്ന ആധികാരിക വാർത്തകൾ, ഫോട്ടോഗ്രാഫുകൾ, വീഡിയോകൾ തുടങ്ങിയവ വാർ റൂമിലെ പ്രതിനിധികളുമായി പങ്കിടണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. കേന്ദ്ര ഗ്രാമവികസന സഹമന്ത്രി ചന്ദ്രശേഖർ പെമ്മസാനി കേരളത്തിലെത്തി. വർക്കലയിൽ പുതുതായി നിർമ്മിച്ച സബ് തപാൽ ഓഫീസ് കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്തു. വൈകിട്ട് തിരുവനന്തപുരം കനകക്കുന്നിൽ മൻ കി ബാത് ക്വിസ് 4ാം പതിപ്പിലെ വിജയികളെ അനുമോദിക്കുന്ന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും.
ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി ഇന്നു മുതൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ പരിപാടികളും മറ്റൊരു സമയത്തേക്ക് മാറ്റാൻ ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സംസ്ഥാന ജില്ലാ തലങ്ങളിൽ മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുക്കുന്ന മുഖാമുഖം പരിപാടികൾ, എന്റെ കേരളം പ്രദർശന വിപണന മേളകൾ, കലാപരിപാടികൾ തുടങ്ങിയവ മാറ്റിവച്ചിട്ടുണ്ട്. നിലവിൽ നടന്നുവരുന്ന പ്രദർശന വിപണന മേളകൾ നിശ്ചയിച്ച തീയതി വരെ തുടരും. എന്നാൽ കലാപരിപാടികൾ ഉണ്ടാവുകയില്ല. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ പരിശോധന കർശനമാക്കി. സുരക്ഷാ പരിശോധനയ്ക്ക് പുറമെ സെക്കൻഡറി പോയിന്റിൽ ലാഡർ ചെക്ക് കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിമാനയാത്രക്കാർ യാത്രയ്ക്ക് 3 മണിക്കൂർ മുമ്പ് വിമാനത്താവളത്തിൽ എത്തിച്ചേരണമെന്ന് അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്ത് നിന്നുള്ള ഹജ്ജ് തീർത്ഥാടനത്തിന് തുടക്കമായി. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന കരിപ്പൂരിൽ നിന്നും യാത്ര തിരിച്ച ആദ്യ തീർത്ഥാടക സംഘം ജിദ്ദയിൽ എത്തി. ഹജ്ജ് തീർത്ഥാടകരുമായി കോഴിക്കോട് നിന്ന് 3ഉം കണ്ണൂരിൽ നിന്ന് 2ഉം വീതം വിമാനങ്ങൾ നാളെ പുറപ്പെടും. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് യാത്ര നാളെ ആരംഭിക്കും. ഈ മാസം 29 വരെയാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ. നാളെ രാവിലെ 4 മണിക്ക് 171 തീർത്ഥാടകരുമായാണ് ആദ്യ വിമാനം കണ്ണൂരിൽ നിന്ന് പറന്നുയരുക. എയർ ഇന്ത്യ എക്സ്പ്രസ് 28 സർവീസുകളിലായാണ് ഹജ്ജ് യാത്രികരെ ജിദ്ദയിലെത്തിക്കുക. മിക്ക ദിവസങ്ങളിലും 2 സർവീസുകളുണ്ടാകും. കണ്ണൂർ വിമാനത്താവളത്തിലെ കാർഗോ കോംപ്ലക്സിലാണ് ഹജ്ജ് ക്യാമ്പ് സജ്ജമാക്കിയിട്ടുള്ളത്. ഇന്നലെ മുതൽ തന്നെ തീർത്ഥാടകർ എത്തിത്തുടങ്ങി. കണ്ണൂരിൽ നിന്ന് 4,929 പേരാണ് ഇത്തവണ ഹജ്ജ് യാത്ര നടത്തുക. പുതുതായി നിർമ്മിക്കുന്ന ഹജ്ജ് ഹൌസിന്റെ ശിലാസ്ഥാപനവും ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനവും ഇന്നലെ മുഖ്യമന്ത്രി നിർവഹിച്ചിരുന്നു. അതിർത്തിയിൽ സംഘർഷം കനക്കുന്ന പശ്ചാത്തലത്തിൽ സിപിഐയുടെ എല്ലാ പൊതുപരിപാടികളും മാറ്റിവെക്കാൻ നിർദ്ദേശം. മണ്ഡലം, ലോക്കൽ സമ്മേളനങ്ങൾ, പ്രതിനിധി സമ്മേളനം മാത്രമായേ നടത്താവൂവെന്നും അവയോടനുബന്ധിച്ചുള്ള പ്രകടനങ്ങളും പൊതുസമ്മേളനങ്ങളും മാറ്റിവെക്കണമെന്നും പാർട്ടി ഘടകങ്ങൾക്ക് സംസ്ഥാന കൌൺസിൽ നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് ലഹരിക്കെതിരെ എക്സൈസും പോലീസും സമൂഹമാകെയും ചേർന്ന് വലിയ പോരാട്ടം നടത്തുകയാണെന്ന് മന്ത്രി എം.പി. രാജേഷ്. വിവിധ ജില്ലകളിൽ നിയമനം ലഭിച്ച 84 എക്സൈസ് ഇൻസ്പെക്ടർമാരുടെയും 59 സിവിൽ എക്സൈസ് ഓഫീസർമാരുടെയും 14 വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരുടെയും പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് +1 അപേക്ഷകൾ ഈ മാസം 14 മുതൽ 20 വരെ ഓൺലൈനായി സമർപ്പിക്കാം. 24-ന് ട്രയൽ അലോട്ട്മെന്റ് നടക്കും. ജൂൺ 2-നാണ് ആദ്യ അലോട്ട്മെന്റ്. 10-ന് 2ാം അലോട്ട്മെന്റും 16-ന് 3ാം അലോട്ട്മെന്റും ഉണ്ടായിരിക്കും. ജൂൺ 18-ന് +1 ക്ലാസുകൾ ആരംഭിക്കുവാനാണ് തീരുമാനം. SSLC പരീക്ഷയിൽ ഉപരിപഠന യോഗ്യത നേടാത്ത റെഗുലർ വിദ്യാർത്ഥികൾക്ക് സേ പരീക്ഷ ഈ മാസം 28 മുതൽ ജൂൺ 2 വരെ നടത്തും. പരമാവധി 3 വിഷയങ്ങൾ വരെ എഴുതാം. ജൂൺ അവസാന വാരം ഫലം പ്രഖ്യാപിക്കും. ഉപരിപഠന അർഹത നേടിയവരുടെ സർട്ടിഫിക്കറ്റുകൾ ജൂൺ ആദ്യവാരം മുതൽ ഡിജി ലോക്കറിൽ ലഭ്യമാകും. മലപ്പുറത്ത് നിപ രോഗബാധിതയുടെ സമ്പർക്ക പട്ടികയിൽപ്പെട്ട 6 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. രോഗലക്ഷണങ്ങൾ കാണിച്ചിരുന്ന 6 പേരും ഹൈ റിസ്ക് വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണ്. നിപ സ്ഥിരീകരിച്ച വളാഞ്ചേരി സ്വദേശിയായ 42കാരി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. 12 കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ 49 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ശബരിമല സന്ദർശനം റദ്ദാക്കി. പോലീസ് ഇക്കാര്യം ദേവസ്വം ബോർഡിനെ അറിയിച്ചു. ശബരിമലയിൽ ഇടവമാസ പൂജയ്ക്ക് ഈ മാസം 18, 19 തീയതികളിൽ ഭക്തർക്ക് വെർച്വൽ ക്യൂ ബുക്കിംഗിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയതായും ദേവസ്വം ബോർഡ് അറിയിച്ചു. ആലപ്പുഴയിൽ പേ വിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന +1 വിദ്യാർത്ഥി മരിച്ചു. തകഴി സ്വദേശി എസ് സൂരജാണ് മരിച്ചത്. 17 വയസ്സായിരുന്നു. ജർമ്മനിയിൽ നടക്കാനിരിക്കുന്ന ലോക സർവകലാശാല ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുവാനുള്ള ഇന്ത്യൻ സംഘത്തിൽ ഇടം നേടി മലപ്പുറം സ്വദേശി. ഭുവനേശ്വറിൽ നടന്ന അന്തർ സർവകലാശാല അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ രാഹിൽ സക്കീറാണ് ഇന്ത്യൻ സംഘത്തിൽ സ്ഥാനം നേടിയത്. ത്രിരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനലിൽ ഇന്ത്യ ശ്രീലങ്കയെ നേരിടും. നാളെയാണ് മത്സരം. സേനാധിപൻ എഡ്യൂക്കേഷൻ ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ HPV ആൻഡ് GI ക്യാൻസർ സർജൻമാരുടെ ആഗോള ഉച്ചകോടി ഇന്നും നാളെയുമായി കോവളത്ത് നടക്കും. ദേശീയ അന്തർദേശീയ തലത്തിലുള്ള ക്യാൻസർ സർജറി വിദഗ്ധർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. USA, ബ്രസീൽ, മലേഷ്യ, ജപ്പാൻ, ഇറ്റലി, ലണ്ടൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖ HPV ആൻഡ് GI ക്യാൻസർ സർജറി വിദഗ്ധന്മാരാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 30 രൂപ ഉയർന്ന് 9,045 പവന് 72,360 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ അതിർത്തി മേഖലയിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരുന്നു. ശക്തമായി തിരിച്ചടിച്ച് ഇന്ത്യ. കനത്ത ജാഗ്രതയിൽ രാജ്യം. സൈനിക താവളങ്ങളും ജനവാസ മേഖലകളും ലക്ഷ്യം വെച്ചാണ് പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്നതെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. അതിർത്തിയിൽ പാക് സൈനിക വിന്യാസം വർദ്ധിച്ചതായും ഏതാക്രമണത്തെയും ഇന്ത്യ ശക്തമായി പ്രതിരോധിക്കുമെന്നും സൈന്യം. സംഘർഷം തുടരുന്ന അതിർത്തി സംസ്ഥാനങ്ങളിലെ മലയാളികൾക്കായി കേരള ഹൌസിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം സജ്ജം. കേന്ദ്ര സഹമന്ത്രി ചന്ദ്രശേഖർ പെമ്മസാനി കേരളത്തിലെത്തി. വർക്കലയിൽ പുതുതായി നിർമ്മിച്ച സബ് തപാൽ ഓഫീസ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.